നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ബഹ്റൈനിൽ ഞായറാഴ്ച 111 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 117 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച മരണങ്ങളൊന്നും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ ആകെ കോവിഡ് മരണം 1384 ആണ്. 2,70,60 പേർക്കാണ് രാജ്യത്ത് ആകെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 2,67,643 പേർ രോഗമുക്തി നേടി. 1033 കോവിഡ് രോഗികളാണ് നിലവിൽ രാജ്യത്തുള്ളത്. 5,87,650 കോവിഡ് പരിശോധനകളാണ് ഇതുവരെ രാജ്യത്ത് നടത്തിയിട്ടുള്ളത്. UAE-യിൽ 1410 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1399 പേർ സുഖം പ്രാപിക്കുകയും 4 പേർ മരണപ്പെടുകയും ചെയ്തു. പുതുതായി നടത്തിയ 2,74,480 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 6,92,964 പേർക്ക് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 6,69,983 പേർ രോഗമുക്തരാവുകയും 1,975 പേർ മരണപ്പെടുകയും ചെയ്തു. നിലവിൽ 21,036 കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്. ഖത്തറിൽ ഞായറാഴ്ച കോവിഡ് കേസുകളിൽ വീണ്ടും വർധന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 217 പേർക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. 135 പേർ രോഗമുക്തി നേടി. പുതുതായി രോഗബാധയുണ്ടായവരിൽ 148 പേർ സമൂഹ വ്യാപനത്തിലൂടെയാണ്. 69 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. ഞായറാഴ്ച മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലുള്ള ആകെ രോഗികൾ 2,250. ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്കും ദുബായിലേക്ക് വരാമെന്ന് വിമാന കമ്പനികൾ അറിയിച്ചു. വാക്സിന്റെ 2ാം ഡോസ് എടുത്ത് 14 ദിവസം കഴിഞ്ഞവർക്കാണ് പ്രവേശനം സാധ്യമാകുക. ദുബായ് താമസ വിസക്കാർക്ക് മാത്രമാണ് ഈ ഇളവ്. ഫ്ലൈ ദുബായ് അധികൃതരാണ് ഇക്കാര്യം UAE ട്രാവൽ ഏജൻസികളെ അറിയിച്ചിരിക്കുന്നത്. സൗദിയിൽ കോവിഡ് ബാധിച്ചു മരിച്ച വിദേശികളടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ അനന്തരാവകാശികൾക്ക് 5 ലക്ഷം റിയാലിന്റെ സഹായ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ സൗദി മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനപ്രകാരമാണ് ഇപ്പോൾ ധനസഹായ വിതരണം നടത്തുന്നത്. കോവിഡ് ബാധിച്ചവരെ ശുശ്രൂഷിക്കുന്നതിനിടെ രോഗം ബാധിച്ചു മരിച്ച രാജ്യത്തെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആതുരാലയങ്ങളിലും ജോലി ചെയ്ത ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ അനന്തരാവകാശികൾക്കാണ് 5 ലക്ഷം റിയാലിന്റെ ധനസഹായം ലഭിക്കുക. UAE-യിൽ നിലവിലുള്ള കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി. ഷോപ്പിംഗ് മാളുകളിലും ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലും ഉൾപ്പെടെ ഇനി കൂടുതൽ പേർക്ക് പ്രവേശിക്കാനാവും. രാജ്യത്തെ ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടലുകൾ, സിനിമാ തിയേറ്ററുകൾ, ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിൽ ഇനി മുതൽ ആകെ ശേഷിയുടെ 80% പേരെ പ്രവേശിപ്പിക്കാം. റെസ്റ്റോറന്റുകളിലും കഫേകളിലും ഒരു ടേബിളിൽ ഇരിക്കാവുന്നവരുടെ പരമാവധി എണ്ണം 10 ആക്കി. എന്നാൽ റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒഴികെ മറ്റ് സമയങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. UAE-യിലെ തിരിച്ചറിയൽ കാർഡായ എമിറേറ്റ്സ് ID-യുടെ പുതിയ പതിപ്പ് പുറത്തിറക്കി. ഐഡന്റിറ്റി കാർഡും പാസ്പോർട്ടും നവീകരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ കാർഡ് പുറത്തിറക്കുന്നത്. നിലവിലെ കാർഡിന്റെ കാലാവധി കഴിഞ്ഞവർക്കും കാർഡ് നഷ്ടപ്പെടുകയോ നാശം വിതയ്ക്കുകയോ ചെയ്തതിനെ തുടർന്ന് പുതിയത് അപേക്ഷിക്കുന്നവർക്കുമായിരിക്കും ഈ കാർഡ് ലഭിക്കുക. അശ്രദ്ധമായ ഡ്രൈവിംഗിന് ഈ വർഷം ജൂൺ വരെ 27,076 പേർക്ക് 800 ദിർഹം വീതം പിഴ ചുമത്തിയതായി പോലീസ്. ഡ്രൈവിംഗിനിടെ ഫോൺ ചെയ്യുക, സന്ദേശങ്ങൾ അയക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് പിടികൂടിയത്. അശ്രദ്ധയാണ് പലപ്പോഴും ഗുരുതര അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്നും വ്യക്തമാക്കി. മൊബൈലിൽ സംസാരിക്കുമ്പോഴോ സന്ദേശങ്ങൾ വായിക്കുമ്പോഴോ അയക്കുമ്പോഴോ അപകട സാധ്യത 280%. ഡ്രൈവിംഗിനിടെ ഫോട്ടോ എടുക്കുമ്പോൾ ഡ്രൈവറുടെ ശ്രദ്ധ 50% കുറയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോവിഡ് PCR പരിശോധനയ്ക്ക് അമിത ചാർജ് ഈടാക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി അബുദാബി ആരോഗ്യ വകുപ്പ്. നിലവിൽ 65 ദിർഹമാണ് PCR ടെസ്റ്റിനുള്ള ഫീസായി ആരോഗ്യ മന്ത്രാലയം നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് കർശനമായി പാലിക്കാൻ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളോടും അബുദാബി ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു. പരിശോധനയ്ക്കുള്ള സ്രവം ശേഖരിക്കൽ, പരിശോധനാ ഫലം അടങ്ങിയ റിപ്പോർട്ട് നൽകൽ എന്നിവയ്ക്ക് ഉൾപ്പെടെയാണ് 65 ദിർഹം നിശ്ചയിച്ചിരിക്കുന്നത്. ഫലം ഉടൻ ലഭ്യമാകുന്നതും അത് സാധാരണ നിലയിൽ നൽകുന്നതും തമ്മിൽ ഈടാക്കുന്ന തുകയിൽ വ്യത്യാസം പാടില്ലെന്നും അധികൃതർ അറിയിച്ചു. കനത്ത ചൂടിൽ ആശ്വാസമായി ദുബായിൽ മഴ. ദുബായിയുടെ വിവിധ സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് ഞായറാഴ്ച ലഭിച്ചത്. അവീറിലാണ് ഏറ്റവും അധികം മഴ ലഭിച്ചതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വാദികൾ നിറഞ്ഞൊഴുകി. ലഹ്ബാവ്, ജബൽ അലി റോഡ്, ഉമ്മുനഖ്ത, അൽമർമൂം, ഷാർജയിലെ അൽബത്തേഹ് എന്നിവിടങ്ങളിലും മഴ ലഭിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.